ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾസ് എന്ന ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടാം. ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് എല്ലാ ക്ലാസ്സിലും ആവശ്യം വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈസി ആണെങ്കിലും വളരെ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്താണെന്നും ആൾജിബ്രിക് ഇക്വേഷൻസ് എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. x+4 3/4 + y ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇതെല്ലാം ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആണ്. ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ഒരു ഈക്വൽ സൈൻ കൂടെ ഉണ്ടായിരിക്കും. അതായത് ഇതിനൊരു LHSഉം RHSഉം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഈ ഒരു പാർട്ടിനാണ് നമ്മൾ LHS എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പാർട്ടാണ് RHS. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെ LHSഉം RHSഉം ഈക്വൽ ആയിരിക്കും ആൾജിബ്രിക് ഇക്വേഷൻസിൽ. ഇവിടെയാണെങ്കിൽ ഈക്വൽ സൈൻ ഒന്നുമില്ല. അപ്പോൾ 3/4 + y = 20 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ആൾജിബ്രിക് ഇക്വേഷനായി. ഇതാണെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്നാണ്. അപ്പോൾ എന്താണ് വേരിയബിൾ? നമ്മളിപ്പോൾ ഈ എക്സ്പ്രഷൻസ് എഴുതുമ്പോഴും ഇക്വേഷൻ എഴുതുമ്പോഴൊക്കെ അതിൽ എക്സ്, വൈ, എ, ബി ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ലെറ്റേഴ്സ്. ആ ലെറ്റേഴ്സിന്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന്റെ വാല്യൂസ് മാറി വരും. അപ്പോൾ ഈ എക്സ്, വൈ, എ, ബി അതിനൊന്നും ഒരു സ്ഥിരമായിട്ടൊരു വാല്യൂ ഇല്ല. അങ്ങനെ സ്ഥിരമായിട്ടൊരു വാല്യൂ ഇല്ലാതെയുള്ള ഇത്തരം ലെറ്റേഴ്സിനെയൊക്കെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് x+4 = 10 എന്ന് എഴുതിയില്ലേ നമ്മൾ, ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് ഈ എക്സ് ആണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 2x + 3 = 21. ഇവിടെ നമുക്ക് എക്സ് ആണ് വേരിയബിൾ. എക്സ് എന്താണ്? വേരിയബിൾ ആണ് അല്ലേ? അതുപോലെ ഈ 2 അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. വേരിയബിൾസിൻ്റെ കൂടെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത്. ഈ 3 ആണെങ്കിലോ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ്. 21 അതും കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ഈ ലെറ്റേഴ്സ് ആണ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. ആ ലെറ്റേഴ്സിന് അടുത്തായിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ശരിയായിട്ട് വാല്യൂ ഉള്ള നമ്മുടെ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ലീനിയർ എന്ന് നോക്കാം. ലീനിയർ എന്ന് പറഞ്ഞാൽ ഇതേ ഇക്വേഷൻ തന്നെ അങ്ങോട്ട് എടുക്കാം. x+4 = 10. ഇവിടെ നമ്മുടെ എക്സിൻ്റെ പവർ എത്രയാണ്? എക്സിൻ്റെ പവർ 1 ആണല്ലോ. വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ അതിന് നമുക്ക് ലീനിയർ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? എന്താണ് വേരിയബിൾ എന്നും എന്താണ് ലീനിയർ എന്നും മനസ്സിലായല്ലോ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്നാണ്. അപ്പോൾ ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആവണമെങ്കിൽ അതിലെ വേരിയബിൾസിന്റെ ഹയസ്റ്റ് പവർ 1 ആവണം. പിന്നെ അതിൽ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരു ഇക്വേഷനിൽ എക്സ് ആണുള്ളതെങ്കിൽ അതിൽ എക്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വൈ ആണുള്ളതെങ്കിൽ വൈ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എക്സും വൈയും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് 2 വേരിയബിൾസ് ആവും. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ്. അതുപോലെ തന്നെ ഈ വേരിയബിൾസിന്റെ പവർ 1 മാത്രമേ ആവാൻ പാടുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ. x² + x = 2. വേരിയബിൾ എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 1 വേരിയബിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹയസ്റ്റ് പവർ 2 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണോ? അല്ല. ഇനി അടുത്തത് നോക്കാം. 3x + 5 = 11. ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ആ വേരിയബിളിൻ്റെ പവർ 1 തന്നെയാണ്. അതുകൊണ്ട് ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ തന്നെയാണ്. ഇനി അടുത്തത് നോക്കാം. 5 + 7 = 12. ഇതിൽ വേരിയബിളേ ഇല്ല. വേരിയബിൾ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ വേരിയബിളിന്റെ പവർ നോക്കുന്നത്. അപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണോ? അല്ല. ഇനി അടുത്തത് നോക്കാം നമുക്ക്. x + y² = 3. ഇവിടെ 2 വേരിയബിൾ ഉണ്ട് അല്ലേ? എക്സും വൈയും ഉണ്ട്. അപ്പോൾ ഇത് 1 വേരിയബിൾ എന്ന കണ്ടീഷൻ പറ്റില്ല. വൈയുടെ പവർ 2 ആണ്. നമ്മുടെ 2 കണ്ടീഷൻസും ഇവിടെ വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ അല്ല. ഇനി അടുത്തത് a + b = 5. ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണോ?
അല്ല, ഇതിലും 2 വേരിയബിൾസ് ഉണ്ട് അല്ലേ? ഈ 3x + 5 = 11 മാത്രമായിരുന്നു ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 7x + 3 = 12 - 3x. രണ്ട് സൈഡിലും വേരിയബിൾസ് ഉണ്ട്, രണ്ടും എക്സ് തന്നെയാണ്, രണ്ടിൻ്റെയും പവർ 1 തന്നെയാണ്. അതുകൊണ്ട് ഇതെന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ് അല്ലേ? അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. 3y/7 = 8y + 3. ഇവിടെ നോക്കൂ, രണ്ട് സൈഡിലും വേരിയബിൾ ഉണ്ട് അല്ലേ? രണ്ടും y തന്നെയാണ്, രണ്ടിൻ്റെയും പവർ എന്താണ്? 1 എന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ? ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇക്വേഷൻ സോൾവിങ്സ് തന്നെയാണ്. നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക? ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലുള്ള വേരിയബിൾ ഉണ്ടല്ലോ, ആ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. x + 7 = 15. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എക്സ് ആണല്ലോ. ഈ 7 നമുക്ക് ഇവിടുന്ന് മാറ്റണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 7-ൽ നിന്ന് ഒരു 7 സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 - 7 0 ആവുമല്ലോ. പക്ഷേ LHSൽ മാത്രമല്ല RHSലും അതുപോലെ തന്നെ ചെയ്യണം. -7 എന്ന് കൊടുക്കണം. ഇവിടെ 7 സബ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും 7 സബ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് x + 0 = 15 - 7 എത്രയാണ്? 8 അല്ലേ? അപ്പോൾ x = 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത വാല്യൂ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ LHSലാണ് സബ്ട്രാക്ഷൻ ചെയ്തതെങ്കിൽ RHSലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. x/4 = 7. ഇവിടെ നമുക്ക് വേണ്ടത് എക്സ് ആണല്ലോ, എക്സിന്റെ വാല്യൂ ആണല്ലോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ /4 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് +7 ആയതുകൊണ്ട് നമ്മൾ -7 ആണ് ചെയ്തത്. ഇവിടെ നമുക്ക് /4 ആണുള്ളത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ x/4 × 4 കൊടുക്കാം =7 × 4. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഈ 4ഉം ക്യാൻസലായി പോവുമല്ലോ. അപ്പോൾ x = 7 × 4 = 28. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. നമ്മൾ ആ രീതിയിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. സെയിം ഇക്വേഷൻസ് തന്നെയാണ്. x + 7 = 15. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണല്ലോ, അതിവിടെ എഴുതാം. ഇനി ബാക്കിയെല്ലാം നമുക്ക് RHSലോട്ട് എഴുതാം. RHSലുള്ളതാണ് 15, അതിവിടെ എഴുതി. ഇനി ഈ +7 ഉണ്ടല്ലോ, +7 നമുക്ക് RHSലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ പ്ലസ് മാറിയിട്ട് അത് മൈനസായി മാറും. -7. അപ്പോൾ x = 15 - 7. ദാറ്റ് ഈസ് x = 15 - 7 എത്രയാണ്? 8. മനസ്സിലായല്ലോ? നമുക്ക് നേരത്തെ കിട്ടിയ ആൻസറും 8 തന്നെ ആയിരുന്നല്ലോ. കണ്ടോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. x/4 = 7 ആണല്ലോ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. x/4 = 7. എക്സ് ആണല്ലോ നമുക്ക് വേണ്ടത്. എക്സ് എഴുതി. ഇനി ഈ 4 RHSലോട്ട് പോകണം. ഇവിടെ /4 ആവുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ×4 ആവും. അപ്പോൾ 7 × 4 എന്നായിരിക്കും. x = 28. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു മെത്തേഡിലായിരിക്കും ഇനി വരുന്ന സൊല്യൂഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ? 1-2 സൊല്യൂഷൻസും കൂടെ നോക്കാം. 4x + 5 = 9. എക്സ് ഉള്ള ടേം മാത്രം നമുക്കിവിടെ എഴുതാം. ബാക്കിയെല്ലാം RHSലോട്ട് കൊണ്ടുപോവാം. 9 + 5 ആവുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനായി മാറും. അപ്പോൾ -5 എന്നായി. 4x = 9 - 5 = 4. ഇനി നമുക്ക് ഇപ്പോഴും 4x ആണ് കിട്ടിയിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4x എന്ന് പറഞ്ഞാൽ 4 × x ആണ് അല്ലേ? 4 × x = 4 ആണ്. നമുക്ക് വേണ്ടത് വാല്യൂ ഓഫ് x ആണ്, അതിവിടെ എഴുതാം. x = 4. 4 × x ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് /4 എന്ന് എഴുതാം. 4ഉം 4ഉം ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. x = 1. ഇതാണ് ആൻസർ. ഇനി അടുത്തത് സോൾവ് ചെയ്യാം നമുക്ക്. x + 3/2 = 2x.
രണ്ട് സൈഡിലും എക്സ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സിൻ്റെ അടുത്തേക്ക് ഈ എക്സിനെ കൊണ്ടുവരാം. ഇത് പോസിറ്റീവ് 2x ആണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് 2x ആയി മാറും. ഈക്വൽസ് ടു 3/2 RHSലോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് 3/2 എന്നായി മാറും. ഇനി എക്സ് മൈനസ് 2x, എക്സ് എന്ന് പറയുമ്പോൾ 1x ആണ് അല്ലേ. 1xൽ നിന്ന് 2x സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് എക്സ് എന്ന് കിട്ടും. നെഗറ്റീവ് 1x അല്ലേ, ഈക്വൽസ് ടു നെഗറ്റീവ് 3/2. രണ്ട് സൈഡിലും നെഗറ്റീവ് സൈൻ ഉണ്ട്, നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽസ് ടു 3/2 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയില്ലേ? ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 3/2 ഈക്വൽസ് ടു 2x എന്നാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? എക്സ് ടേംസ് എല്ലാം LHSലോട്ട് എഴുതി, എക്സ് ഇല്ലാത്ത ടേമിനെ നമ്മൾ RHSലോട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും LHSൽ നിന്നും RHSലോട്ട് ഏത് സൈൻ മാറ്റുമ്പോഴും ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും, ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എല്ലാ സൊല്യൂഷൻസും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത് റെഡ്യൂസിങ് ഇക്വേഷൻസ് ടു സിംപ്ലർ ഫോം. ഇതേ മെത്തേഡിൽ തന്നെ എക്സ് ഉള്ള ടേംസ് ഒക്കെ നമ്മളൊരു ഭാഗത്തോട്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 6x + 1/3 + 1 ഈക്വൽസ് ടു എക്സ് മൈനസ് 3/6. എക്സ് ഉള്ള ടേംസ് ഒക്കെ നമുക്ക് LHSലോട്ട് എഴുതാം. അപ്പോൾ 6x + 1/3, ഈ എക്സ് മൈനസ് 3/6 LHSലോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് എക്സ് മൈനസ് 3/6 എന്നായി മാറും. അതായത് ഇവിടെ പോസിറ്റീവ് ആണല്ലോ ഇത്, അപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. ആരും ഈ എക്സ് മൈനസ് 3 എന്നത് എക്സ് പ്ലസ് 3 ആക്കി മാറ്റാൻ പാടില്ല. ഈ ടേം മൊത്തമായിട്ടാണ് നെഗറ്റീവ് ആവുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മളിവിടെ മൈനസ് സൈൻ കൊടുത്തിട്ട് എക്സ് മൈനസ് 3/6 ബ്രാക്കറ്റിനകത്ത് എഴുതി കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി +1 ഉണ്ടല്ലോ നമുക്കിവിടെ, അത് RHSലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് 1 ആയി മാറും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം ആക്കണം. സെയിം ഡിനോമിനേറ്റർ ആക്കാനായിട്ട് നമുക്ക് ഈ 3 6 ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ 3 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 6 ആയി കിട്ടും. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 × 6x + 1/2 × 3 മൈനസ് എക്സ് മൈനസ് 3/6 ഈക്വൽസ് ടു -1. ഇനി നമുക്ക് ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. 2 × 6x is 12x plus 2 × 1 is 2 minus into x is minus x minus into -3 is +3 whole divided by 6. മനസ്സിലായല്ലോ ഈ സ്റ്റെപ്പ് എങ്ങനെ എഴുതിയതെന്ന്? നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എഴുതി, അത് കഴിഞ്ഞിട്ട് ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ട് എഴുതി കൊടുത്തു. ഇനി -1 എന്ന് എഴുതി. ഇനി നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. 12x minus x is 11x plus 2 + 3 is 5/6 equals to -1. 12xൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ 11x കിട്ടി, 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ 6 ഈക്വൽസ് ടു -1. ഈ 6 RHSലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 11x + 5 ഈക്വൽസ് ടു -1 × 6 ആവും. ഇവിടെ ഡിവൈഡഡ് ബൈ 6 ആണ്, അത് പുറത്തോട്ട് വരുമ്പോൾ ×6 ആയി മാറും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 11x + 5 ഈക്വൽസ് ടു -6 എന്ന് കിട്ടി. -1 × 6 is -6. ഈ 11x ഈക്വൽസ് ടു -6, ഈ +5 ഉണ്ടല്ലോ, +5 അപ്പുറത്തോട്ട് പോകുമ്പോൾ -5 ആയി മാറി. 11x ഈക്വൽസ് ടു -11, x ഈക്വൽസ് ടു -11/11 ഈക്വൽസ് ടു -1. 11 ക്യാൻസൽ ആവുമല്ലോ, അപ്പോൾ നമുക്ക് -1 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണിത് റെഡ്യൂസ് ചെയ്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതെന്ന്? ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് LHSൽ നിന്ന് ഒരു ടേം RHSലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് എന്തായി മാറും,
നെഗറ്റീവായി മാറും, നെഗറ്റീവ് പോസിറ്റീവായി മാറും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായി മാറും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി മാറും. ഇത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ചാപ്റ്ററിലെ ഈ കൺസെപ്റ്റ്സ് എല്ലാം നമുക്ക് എപ്പോഴും കൂടെ കൂട്ടാനുള്ളതാണ്. ഒരു കൺഫ്യൂഷൻസും ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാവൂ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻസും ചെയ്യാം, വർക്ക് ഷീറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിക്കോളും. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, സോൾവ് 2x - 3 = x + 2. സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എഴുതണം നമ്മൾ. ഇവിടുത്തെ വേരിയബിൾ എന്താ? എക്സ് ആണ് അല്ലേ? അപ്പോൾ 2x - 3 = x + 2. ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് എക്സ് ഉള്ള ടേംസ് ഒക്കെ LHSലോട്ട് എഴുതാം. 2x, ഈ എക്സ് LHSലോട്ട് വരുമ്പോൾ നെഗറ്റീവ് എക്സ് ആയിട്ട് മാറും, = 2. ഈ -3 ഇങ്ങോട്ട് വരുമ്പോൾ +3 എന്നായി മാറും. ഇനി 2x - x എത്രയാ? 2xൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് തന്നെയാണ് അല്ലേ? = 2 + 3 = 5. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, x = 5. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2x - 3 = x + 2. ഇവിടെ എക്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ 5 എന്ന വാല്യൂ കൊടുത്തു നോക്കാം. 2 × എക്സിന് പകരം 5 എഴുതാം, -3 = ഇവിടെ എക്സ് ഉണ്ട്, അതിന് പകരം 5 എഴുതാം, 5 + 2. 2 × 5 = 10, -3 = 5 + 2 = 7. 10 - 3 = 7. 7 = 7. LHS = RHS. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഇക്വേഷനിലോട്ട് ആ വാല്യൂ എഴുതി കൊടുക്കാം. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ LHSും RHSും ഈക്വൽ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ ശരിയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. 5x + 7/2 = 3/2x - 14. ഇവിടെ നമുക്ക് LHSലും RHSലും ഓരോ ഫ്രാക്ഷൻസ് കാണുന്നുണ്ട്. ഇതിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. ഈ 2 ആയിട്ട് നമുക്ക് എല്ലാ ടേംസിനും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5x എന്നത് എന്തായി മാറും? 2 × 5x + 2 × 7/2 = 2 × 3/2x - 2 × 14. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? എല്ലാ ടേംസിനെയും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നോക്കൂ, 2 × 5x അത് 10x ആണല്ലോ. 2 × 5 = 10. പ്ലസ് ഈ 2ഉം ക്യാൻസലായി പോവും. അപ്പോൾ ഇവിടെ 7 എന്ന് മാത്രമായി. ഇനി നമുക്ക് ഇവിടെ ഈ 2ഉം ക്യാൻസലായി. 3x - 2 × 14 = 28. ഇപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻസ് എല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ് ഉള്ള ടേംസ് ഒക്കെ LHSലോട്ട് എഴുതാം. അപ്പോൾ 10x, ഈ 3x LHSലോട്ട് വരുമ്പോൾ -3x എന്നായി മാറും, = ഇവിടെ -28 ഉണ്ട്, അതിവിടെ തന്നെ എഴുതാം. പിന്നെ ഈ 7 RHSലോട്ട് വരുമ്പോൾ -7 ആയി മാറും. 10x - 3x = 7x = -28 - 7 -35. രണ്ടും ഒരേ സൈനാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഈ ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 7x = -35 എന്നാണ്. നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ x = -35/7 = 35ഉം 7ഉം കൂടി കട്ട് ചെയ്യാം. 35ൽ 7 5 ടൈംസ്, 7ൽ 7 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ -5 എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ -5 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോൾവ് 6x + 1/3 + 1 = x - 3/6. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ് ഞാൻ ഇൻട്രഡക്ഷനിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഇല്ലാതാക്കാനായിട്ട് എല്ലാ ടേംസും 6 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടാണ് 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 6 ആണ് ഈ 3യുടെയും 6ൻ്റെയും LCM. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 6 × 6x + 1/3 + 6 × 1
ഈക്വൽസ് ടു 6 ഇൻറ്റു എക്സ് മൈനസ് 3/6. ഇപ്പോൾ എല്ലാ ടൈംസിനും നമ്മൾ 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 6ഉം ഈ 3യും കൂടെ നമുക്ക് കട്ട് ചെയ്യാലോ. അപ്പോൾ 6ൽ 3 2 ടൈംസ്, ഈ 3 കട്ടായി പോയി. അതുപോലെ തന്നെ ഈ 6ഉം ഈ 6ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ഇൻറ്റു 6x പ്ലസ് 1 പ്ലസ് 6 ഇൻറ്റു 1 ഈസ് 6 ഈക്വൽസ് ടു എക്സ് മൈനസ് 3. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 2 ഇൻറ്റു 6x ഈസ് 12x പ്ലസ് 2 ഇൻറ്റു 1 ഈസ് 2 പ്ലസ് 6 ഈക്വൽസ് ടു എക്സ് മൈനസ് 3. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 12x പ്ലസ് 2 പ്ലസ് 6 ഈസ് 8 ഈക്വൽസ് ടു എക്സ് മൈനസ് 3. ഇനി നമുക്ക് എക്സ് ടേംസ് എല്ലാം LHSലോട്ട് കൊണ്ടുവരാം. അപ്പോൾ 12x, ഈ എക്സ് LHSലോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ആയി മാറും ഈക്വൽസ് ടു, ഈ -3 ഇങ്ങനെ തന്നെ എഴുതാം നമുക്ക്. ഈ 8 RHSലോട്ട് പോകുമ്പോൾ -8 ആയി മാറും. ഇനി 12x മൈനസ് എക്സ് ഈസ് 11x ഈക്വൽസ് ടു -3 -8 -11. എക്സ് ഈക്വൽസ് ടു -11/11 ഈക്വൽസ് ടു -1. ഇങ്ങനെയാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 5x മൈനസ് 2 ഇൻറ്റു 2x മൈനസ് 7 ഈക്വൽസ് ടു 2 ഇൻറ്റു 3x മൈനസ് 1 പ്ലസ് 7/2. ആദ്യം നമുക്ക് ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് 5x മൈനസ് 2 ഇൻറ്റു 2x ഈസ് 4x മൈനസ് 2 ഇൻറ്റു മൈനസ് 7 ഈസ് പ്ലസ് 14 equals to 2 into 3x is 6x minus 2 into 1 is 2 plus 7/2. 5x minus 4x is x plus 14 equals to 6x minus 2 plus 7/2. ഇനി നമുക്ക് എക്സ് ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. എക്സ് ഈ 6x ഇങ്ങോട്ട് വരുന്നു, മൈനസ് 6x ആയി മാറും ഈക്വൽസ് ടു -2 പ്ലസ് 7/2. ഈ 14 ഇങ്ങോട്ട് വരുമ്പോൾ -14 ആയി മാറും. ഇനി എക്സ് മൈനസ് 6x, അപ്പോൾ -5x ഈക്വൽസ് ടു, ഈ -2ഉം -14ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -16 എന്ന് കിട്ടും അല്ലേ, പ്ലസ് 7/2. അടുത്ത സ്റ്റെപ്പിൽ -5x ഈക്വൽസ് ടു -16 ഇൻറ്റു 2/2 പ്ലസ് 7/2 എന്നെഴുതാം. ഇവിടെ നമുക്ക് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -5x ഈക്വൽസ് ടു -32/2 പ്ലസ് 7/2. -5x ഈക്വൽസ് ടു 32 മൈനസ് 7 ചെയ്ത് നോക്കാം. 2 മൈനസ് 7 ഈസ് നോട്ട് പോസിബിൾ. ഇത് 12 ആവും, ഇവിടെ 2 ആവും. 12 മൈനസ് 7 ഈസ് 5. ഈ 2 താഴോട്ട് വരും. അപ്പോൾ നമുക്കിവിടെ -25/2 എന്ന് കിട്ടും. ഇവിടെ 32ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്തിട്ട് ഈ നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. -5x ഇൻറ്റു 2 ഈക്വൽസ് ടു -25. -10x ഈക്വൽസ് ടു -25. രണ്ട് ഭാഗത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസലായി പോവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 10x ഈക്വൽസ് ടു 25 എന്ന് എഴുതാം. അപ്പോൾ x ഈക്വൽസ് ടു 25/10. രണ്ടും 5 ആയിട്ട് കട്ട് ചെയ്യാം നമുക്ക്. 25ൽ 5 ടൈംസ്, 10ൽ 5 2 ടൈംസ്. അപ്പോൾ x ഈക്വൽസ് ടു 5/2 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് ചെക്ക് യുവർ റിസൾട്ട്സ്. ഇവിടെ നമ്മൾ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3x ഈക്വൽസ് ടു 2x പ്ലസ് 18. ഇനി നമുക്ക് എക്സ് ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. 3x, ഈ 2x LHSലോട്ട് വരുമ്പോൾ -2x ആവും ഈക്വൽസ് ടു 18. 3x minus 2x is x
ഈക്വൽസ് ടു 18. ഇനി നമുക്ക് എക്സ് ഈക്വൽസ് ടു 18 എന്ന വാല്യൂ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3x ഈക്വൽസ് ടു 2x പ്ലസ് 18. 3 ഇൻറ്റു 18 ഈക്വൽസ് ടു 2 ഇൻറ്റു 18 പ്ലസ് 18. 18 into 3 equals to 8 3s are 24, 4 here, 2 up, 1 3s are 3, 3 plus 2 is 5. ഇവിടെ നമുക്ക് LHSൽ 54 എന്ന് കിട്ടിയിട്ടുണ്ട്. RHS സോൾവ് ചെയ്യാം. 2 times 18 is 36 plus 18. 36 plus 18. 6 plus 8 is 14. 4 here, 1 up, 1 plus 3 is 4, 4 plus 1 is 5. 54. അപ്പോൾ നമുക്ക് RHSലും LHSലും 54 എന്ന് കിട്ടി. LHS ഈക്വൽസ് ടു RHS, hence verified. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5t minus 3 equals to 3t minus 5. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് എഴുതാം. 5t 3t LHSലോട്ട് വരുമ്പോൾ മൈനസ് 3t ആയി മാറും. ഈക്വൽസ് ടു -5. ഈ -3 ഇങ്ങോട്ട് വരുമ്പോൾ +3 ആയി മാറും. ഇനി 5t minus 3t. 5 minus 3 is 2. 2t equals to -5 plus 3 is -2. t equals to -2/2. 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് -1 എന്ന ആൻസർ കിട്ടും. ഇനി ഈ -1 നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5t minus 3 equals to 3t minus 5. 5 into -1 minus 3 equals to 3 into -1 minus 5. 5 into -1 is -5 minus 3 equals to 3 into -1 is -3 minus 5. -5, -3 is -8 equals to -3, -5 also -8. LHS equals to RHS, hence verified. മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം നമുക്ക്. 5x plus 9 equals to 5 plus 3x. വേരിയബിൾസ് ഉള്ള ടേമെല്ലാം LHSലോട്ട് കൊണ്ടുവരാം. 5x 3x ഇങ്ങോട്ട് വരുമ്പോൾ -3x ആവും. ഈക്വൽസ് ടു 5 9 RHSലോട്ട് പോകുമ്പോൾ -9 ആയി മാറും. 5x minus 3x is 2x equals to 5 minus 9 is -4. x equals to -4/2. 4ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. 4ൽ 2 2 times, 2ൽ 2 1 time. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ x equals to -2 എന്നാണ്. അതിനി നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5x plus 9 equals to 5 plus 3x. 5 into -2 plus 9 equals to 5 plus 3 into -2. 5 into -2 is -10 plus 9 equals to 5 plus 3 into -2 is -6. -10 plus 9 is -1 equals to 5 plus -6 is -1. LHS equals to RHS, hence verified. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4z plus 3 equals to 6 plus 2z. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. 4z minus 2z equals to 6. ഈ 3 RHSലോട്ട് വരുമ്പോൾ -3 ആയി മാറും. 4z minus 2z is 2z equals to 3. z equals to 3/2. ഇനി നമുക്ക് zന്റെ ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4z plus 3 equals to 6 plus 2z. 4 into 3/2 plus 3 equals to 6 plus 2 into 3/2.
ഇവിടെ നമുക്ക് 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. ഇവിടെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവുന്നു. അപ്പോൾ 2 × 3 ഈസ് 6 പ്ലസ് 3 ഈക്വൽസ് ടു 6 പ്ലസ് 3. 9 ഈക്വൽസ് ടു 9. LHS ഈക്വൽസ് ടു RHS. ഹെൻസ് വെരിഫൈഡ്. അടുത്തത് നോക്കാം നമുക്ക്. 2x minus 1 equals to 14 minus x. x ടൈംസ് എല്ലാം LHSലോട്ട് എഴുതാം. 2x minus x plus x ആയി മാറും. ഈക്വൽസ് ടു 14 minus 1 plus 1 ആയി മാറും. അപ്പോൾ 2x plus x equals to 3x equals to 14 plus 1 is 15. x equals to 15/3. നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 15ൽ 3 5 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ എക്സ് ഈക്വൽസ് ടു 5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x minus 1 equals to 14 minus x. 2 into xന് പകരം 5 എഴുതാം. minus 1 equals to 14 minus 5. 2 into 5 is 10. 10 minus 1 equals to 14 minus 5 is 9. 10 minus 1 is 9. 9 equals to 9. നമ്മുടെ LHSഉം RHSഉം ഈക്വൽ ആയി കിട്ടി. അപ്പോൾ ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. 8x plus 4 equals to 3 into x minus 1 plus 7. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 8x plus 4 equals to 3 into x is 3x. 3 into minus 1 is minus 3 plus 7. 8x plus 4 equals to 3x minus 3 plus 7 is plus 4. ഇനി നമുക്ക് x ടൈംസ് എല്ലാം LHSലോട്ട് എഴുതാം. 8x minus 3x equals to 4. ഈ പ്ലസ് 4 RHSലോട്ട് പോകുമ്പോൾ minus 4 ആയി മാറും. 8x minus 3x is 5x equals to 4 minus 4 is 0. So x equals to 0. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8x plus 4 equals to 3 into x minus 1 plus 7. 8 into 0 plus 4 equals to 3 into 0 minus 1 plus 7. ഇവിടെ നമ്മൾ എക്സിൻ്റെ പ്ലേസിലെല്ലാം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 8 into 0 is 0 plus 4 equals to, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 3 into 0 is 0 minus 3 into 1 is 3 plus 7. 0 plus 4 is 4 equals to negative 3 plus 7. 4 equals to negative 3 plus 7 is 4. അപ്പോൾ നമ്മുടെ LHS equals to RHS. Hence verified. X equals to 4/5 x plus 10. ആദ്യം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. x into 5 is 5x equals to 4 into x plus 10. 5x equals to, bracket open ചെയ്യാം, 4 into x is 4x plus 4 into 10 is 40. ഇനി x ഉള്ള ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് കൊണ്ടുവരാം. 5x minus 4x equals to 40. ഈ 4x LHSലോട്ട് വരുമ്പോൾ minus 4x എന്നായി മാറി. 5x minus 4x is x equals to 40. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് x ഈക്വൽസ് ടു 4/5 ഇൻറ്റു എക്സ് പ്ലസ് 10. ഇവിടെ എക്സ് ഉള്ള പ്ലേസിലെല്ലാം നമുക്ക് 40 എന്ന് എഴുതാം. അപ്പോൾ 40 ഈക്വൽസ് ടു 4/5 ഇൻറ്റു 40 പ്ലസ് 10. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 40 ഇൻറ്റു 5 equals to 4 into 40 plus 10 is 50. 40 into 5 is 200 equals to 4 into 50. 200 equals to 4 into 50 is also 200. അപ്പോൾ നമ്മുടെ LHS equals to RHS, hence verified. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
2x/3 plus 1 equals to 7x/15 plus 3. x ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് എഴുതാം. 2x/3 minus 7x/15 equals to 3. ഈ പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആയി മാറും. അടുത്ത സ്റ്റെപ്പിൽ 2x/3 minus 7x/15 equals to 3 minus 1 is 2. എല്ലാ ടേംസിനെയും നമുക്ക് 15 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15 into 2x/3 minus 15 into 7x/15 equals to 15 into 2. ഈ ഫ്രാക്ഷൻസ് ഒക്കെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്താണ് 15 തന്നെ ചൂസ് ചെയ്തത്? 3യുടെയും 15ന്റെയും LCM ആണ് 15. അതുകൊണ്ടാണ് നമ്മൾ 15 എടുത്തത് കേട്ടോ. അപ്പോൾ 15ഉം 3യും കൂടെ കട്ട് ചെയ്യാൻ ഇവിടെ 15ൽ 3 5 ടൈംസ്, 3ൽ 3 1 ടൈം. അതുപോലെ തന്നെ ഈ 15ഉം ഈ 15ഉം കട്ടായിപ്പോയി. അടുത്ത സ്റ്റെപ്പിൽ 5 into 2x is 10x മൈനസ് ഇവിടെ 15ഉം 15ഉം ക്യാൻസൽ ആയിട്ട് 7x മാത്രമാണ് ബാക്കിയുള്ളത്. അതെഴുതാം. ഈക്വൽസ് ടു 15 into 2 is 30. 10x minus 7x is 3x equals to 30. x equals to 30/3. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം. 30ൽ 3 10 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ x ഈക്വൽസ് ടു 10 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലോട്ട് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. 2x/3 പ്ലസ് 1 ഈക്വൽസ് ടു 7x/15 പ്ലസ് 3. 2 into 10/3 പ്ലസ് 1 ഈക്വൽസ് ടു 7 into 10/15 പ്ലസ് 3. 20/3 പ്ലസ് 1 ഈക്വൽസ് ടു 70/15 പ്ലസ് 3. ഇനി 20/3 മൈനസ് ഈ 70/15 LHSലോട്ട് കൊണ്ടുവരാം. 70/15 ഈക്വൽസ് ടു 3 പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആയി മാറും. ഇനി നമുക്ക് ഈ സബ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 20/3 minus 70/15 equals to 3 minus 1 is 2. ഇനി ഡിനോമിനേറ്റേഴ്സ് സെയിം ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 5 ഇൻറ്റു 5. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 20 into 5 is 100 by 3 into 5 is 15 minus 70/15 equals to 2. 10 minus 70 is 30. 30/15 equals to 2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 30 equals to 2 into 15. 30 equals to 30. അപ്പോൾ LHSും RHSും ഈക്വൽ ആയല്ലോ. LHS equals to RHS, hence verified. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2y plus 5/3 equals to 26/3 minus y. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSലോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2y മൈനസ് y പ്ലസ് y ആയി മാറും. ഈക്വൽസ് ടു 26/3 മൈനസ് 5/3. 2y പ്ലസ് y ഈസ് 3y ഈക്വൽസ് ടു ഇവിടെ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സബ്ട്രാക്ഷൻ ചെയ്യാം. 26 മൈനസ് 5 ഈസ് 21/3. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3y ഇൻറ്റു 3 ഈക്വൽസ് ടു 21. 3y ഇൻറ്റു 3 ഈസ് 9y ഈക്വൽസ് ടു 21. y ഈക്വൽസ് ടു 21/9. നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 21ൽ 3 7 ടൈംസ്, 9ൽ 3 3 ടൈംസ്. അപ്പോൾ y ഈക്വൽസ് ടു 7/3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2y പ്ലസ് 5/3 ഈക്വൽസ് ടു 26/3 മൈനസ് y. 2 ഇൻറ്റു 7/3 പ്ലസ് 5/3 ഈക്വൽസ് ടു 26/3 മൈനസ് 7/3. 2 into 7 is 14. 14/3 plus 5/3 equals to 26/3 minus 7/3. എല്ലാ ഡിനോമിനേറ്റേഴ്സും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പ്ലസും മൈനസും ഒക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. 14 plus 5 is 19. 19/3 equals to
26 minus 7 is also 19. 19 by 3. അപ്പോൾ നമുക്ക് LHS equals to RHS എന്ന് കിട്ടിയിട്ടുണ്ട്. ഹെൻസ് വെരിഫൈഡ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3m equals to 5m minus 8 by 5. നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. 3m minus 5m equals to negative 8 by 5. 3m minus 5m is negative 2m equals to negative 8 by 5. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം നമുക്ക്. അപ്പോൾ 2m equals to 8 by 5 എന്ന് കിട്ടും. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2m into 5 equals to 8. 2m into 5 is 10. 10m equals to 8. m equals to 8 by 10. 8ഉം 10ഉം നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാം. 8ൽ 2 4 times, 10ൽ 2 5 times. അപ്പോൾ നമുക്ക് m equals to 4 by 5 എന്ന ആൻസർ കിട്ടും. ഇനി ഇത് നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3m equals to 5m minus 8 by 5. 3 into 4 by 5 equals to 5 into 4 by 5 minus 8 by 5. 3 times 4 is 12. 12 by 5 equals to 5 4s are 20. 20 by 5 minus 8 by 5. 12 by 5 equals to 20 minus 8 is 12 by 5. LHS equals to RHS, hence verified. Second exercise questions solve ചെയ്യാം. Solve the following linear equations. ഇവിടെ നമുക്ക് സൊല്യൂഷൻ മാത്രമേ വേണ്ടൂ, വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. x by 2 minus 1 by 5 equals to x by 3 plus 1 by 4. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വേരിയബിൾസ് ഉള്ള എല്ലാ ടേംസും ഒരു സൈഡിലോട്ട് എഴുതണം. ഇവിടെ നമുക്ക് എക്സ് ബൈ 2ഉം എക്സ് ബൈ 3യും ആണ് വേരിയബിൾസ് ഉള്ള ടേംസ്. അതെല്ലാം LHSലോട്ട് എഴുതാം. എക്സ് ബൈ 2 ഈ എക്സ് ബൈ 3 LHSലോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ബൈ 3 എന്നായി മാറും. ഈക്വൽസ് ടു 1 by 4 RHSലാണുള്ളത്. ഈ മൈനസ് 1 by 5 RHSലോട്ട് വരുമ്പോൾ പ്ലസ് 1 by 5 എന്നായി മാറും. ഇനി നമുക്ക് LHSലും RHSലും ഡിനോമിനേറ്റേഴ്സ് നോക്കാം. എക്സ് ബൈ 2ഉം എക്സ് ബൈ 3യും ആണുള്ളത് അല്ലേ. അപ്പോൾ 2ന്റെയും 3ന്റെയും LCM നോക്കാം നമുക്ക്. 2 into 3 is 6. ഈ രണ്ട് ടേമിൻ്റെയും ഡിനോമിനേറ്റർ 6 ആക്കണം. അതിനായിട്ട് നമുക്ക് എക്സ് ബൈ 2 എഴുതിയിട്ട് 2 6 ആവണമെങ്കിൽ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് എക്സ് ബൈ 3 3 6 ആവാനായിട്ട് ഇൻറ്റു 2 ചെയ്യണം. ഇവിടെയും അതുപോലെ തന്നെ ഇൻറ്റു 2. മനസ്സിലായല്ലോ? ഈക്വൽസ് ടു ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് 4ഉം 5ഉം ആണുള്ളത്. അപ്പോൾ 4 into 5 is 20. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 20 ആവണം. അപ്പോൾ 1 by 4 എഴുതി. 420 ആവാനായിട്ട് നമുക്ക് 4 into 5 ചെയ്താൽ മതി അല്ലേ. അതുപോലെ തന്നെ ന്യൂമറേറ്ററിലും 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് നമ്പറായിട്ടാണോ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം നമ്പറായിട്ട് തന്നെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 1 by 5 520 ആവാനായിട്ട് ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും ഇൻറ്റു 4 കൊടുത്തു. ഇനി നമുക്കിതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. എക്സ് ഇൻറ്റു 3 3x by 2 into 3 is 6 minus x into 2 is 2x by 3 into 2 is 6 equals to 1 into 5 is 5 by 4 into 5 is 20 plus 1 into 4 is 4 by 5 into 4 is 20. നമുക്ക് LHSൽ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 6 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യാം. 3x minus 2x is 1x അല്ലേ. അപ്പോൾ x എന്ന് എഴുതിയാൽ മതിയാലോ. എക്സ് ബൈ ഈ ഡിനോമിനേറ്റർ എഴുതണം 6 ഈക്വൽസ് ടു 5 plus 4 is 9 9 by 20. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എക്സ് ഇൻറ്റു 20 20x equals to 9 into 6. 20x equals to 9 into 6 is 54. X equals to 54 by 20.
നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാം. 5ൽ 2 2 ടൈംസ് 1 ബാലൻസ്. 14ൽ 2 7 ടൈംസ്. 2ൽ 2 1 ടൈം ഈ 0 എഴുതാം. ഇപ്പോൾ നമുക്ക് 27/10 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഡെസിമലായിട്ട് എഴുതി കൊടുക്കാമല്ലോ. 2.7. ഇതാണ് നമ്മുടെ ആൻസർ. x = 2.7. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. n/2 മൈനസ് 3n/4 പ്ലസ് 5n/6 = 21. ഇതിലെ വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. ഇവിടെ 2, 4 and 6 LCM നോക്കാം. 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്, 6ൽ 2 3 ടൈംസ്. ഇനി 2 ആയിട്ട് ചെയ്യാം. 1, 2ൽ 2 1 ടൈം, 3 ഇങ്ങോട്ട് തന്നെ എഴുതാം. അടുത്തതായിട്ട് 3 ആയിട്ട് ചെയ്യാം. 1 1 1. 2 × 2 × 3. 2 × 2 is 4. 4 × 3 is 12. അപ്പോൾ ഇതിൻ്റെ LCM 12 ആണ്. ഓരോ ഡിനോമിനേറ്റേഴ്സും 12 ആയി മാറണം. അപ്പോൾ n/2 എഴുതി. 2 12 ആവാനായിട്ട് ഇൻറ്റു 6 ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഇൻറ്റു 6 എന്നാക്കണം. മൈനസ് 3n/4. 4 12 ആവാനായിട്ട് ഇൻറ്റു 3. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററും ഇൻറ്റു 3. പ്ലസ് 5n/6. 6 12 ആവാനായിട്ട് ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇൻറ്റു 2 എന്ന് കൊടുക്കണം. = 21. ഇനി നമുക്കെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. n × 6 is 6n by 2 × 6 is 12 minus 3n × 3 is 9n by 4 × 3 is 12 plus 5n × 2 is 10n by 6 × 2 is 12 = 21. അടുത്ത സ്റ്റെപ്പിൽ 6n minus 9n plus 10n ഹോൾ ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം. എല്ലാ ടേംസിൻ്റെയും ഡിനോമിനേറ്റർ 12 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. = 21. 6n minus 9n plus 10n. 6 minus 9 plus 10. 6 minus 9 is -3. -3 plus 10 is 7. അപ്പോൾ നമുക്ക് 7n എന്ന് എഴുതാം. 7n by 12 = 21. മനസ്സിലായല്ലോ ചെയ്തത്? ഈ 6ഉം ഈ 9ഉം ഈ 10ഉം ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. 6 minus 9n is -3n plus 10n is 7n. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 7n = 21 × 12. n = 21 × 12 by 7. ഈ 21ഉം 7ഉം കൂടെ കട്ട് ചെയ്യാം. 21ൽ 7 3 ടൈംസ്, 7ൽ 7 1 ടൈം. 3 × 12 is 36. n = 36 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x + 7 - 8x by 3 = 17/6 - 5x by 2. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് എഴുതാം. അപ്പോൾ x - 8x by 3 മൈനസ് 5x by 2 ഇങ്ങോട്ട് എഴുതുമ്പോൾ പ്ലസ് 5x by 2 എന്നായി മാറും. =17/6 പ്ലസ് 7 ഇങ്ങോട്ട് വരുമ്പോൾ -7 എന്നായി മാറും. ഇവിടെ 3ഉം 2ഉം ആണ് ഡിനോമിനേറ്റേഴ്സ് ഉള്ളത്. നമുക്ക് ഇവിടെ അഡീഷനും സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 3ൻ്റെയും 2ൻ്റെയും LCM നോക്കാം. 3 × 2 6 ആണ് LCM അല്ലേ? ഓരോ ടേമിൻ്റെയും ഡിനോമിനേറ്റർ 6 ആവണം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം എടുക്കാം. x ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഡിനോമിനേറ്റർ ഒന്നുമില്ല. അപ്പോൾ /1 ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ x/1 ഡിനോമിനേറ്റർ 6 ആവാനായിട്ട് × 6 എന്ന് ചെയ്യണം. അതുപോലെ തന്നെ ന്യൂമറേറ്ററിലും എഴുതാം. -8x by 3 3 6 ആവാനായിട്ട് × 2 ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് × 2 കൊടുക്കാം. പ്ലസ് 5x by 2 × 3 കൊടുക്കാം. ഇവിടെ × 3 = ഇവിടെ നമുക്ക് 17/6 ആണുള്ളത്. ഡിനോമിനേറ്റർ 6 തന്നെയാണ്. -7 ഇവിടെ /1 ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ 1 × 6 എന്ന് കൊടുക്കാം. ഇവിടെയും 6 കൊടുക്കാം. ഇനി എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതാം. x × 6 is 6x by 6 -
8x into 2 is 16x by 6 plus 5x into 3 is 15x by 6 equals to 17 by x minus 7 6 are 42, 42 by 6. ഇനി നമുക്ക് 6x minus 16x plus 15x whole divided by 6 ഇങ്ങനെ എഴുതാലോ. ഈക്വൽസ് ടു 17 minus 42 by 6. അപ്പോൾ 6 minus 16 plus 15. 6 minus 16 is negative 10 plus 15. Negative 10 plus 15 is 5. 5x by 6 equals to 17 minus 42. 42 minus 17. 2 minus 7 is not possible. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ ഇത് 3 ആയി മാറും. ഇത് 12 ആയി. 12 minus 7 is 5. 3 minus 1 is 2. നെഗറ്റീവ് 25. ഇവിടെ വലുതിന്റെ സൈൻ മൈനസ് ആണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എന്ന് വന്നത്. ബൈ 6. ഈ രണ്ട് ടേമിന്റെയും ഡിനോമിനേറ്റർ 6 ആണല്ലോ. അപ്പൊ നമുക്കത് ക്യാൻസൽ ചെയ്യാം. 5x ഈക്വൽസ് ടു നെഗറ്റീവ് 25 എന്ന് എഴുതാം. x ഈക്വൽസ് ടു നെഗറ്റീവ് 25 by 5. ഈ 25ഉം 5ഉം കട്ട് ചെയ്യാം. 25ൽ 5 5 times, 5ൽ 5 1 time. അപ്പോൾ ഈക്വൽസ് ടു നെഗറ്റീവ് 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽസ് ടു നെഗറ്റീവ് 5. ഇതാണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് മൈനസ് 5 by 3 ഈക്വൽസ് ടു എക്സ് മൈനസ് 3 by 5. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5 ഇൻറ്റു എക്സ് മൈനസ് 5. ഈ എക്സിനെയും 5നെയും ഈ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഈക്വൽസ് ടു 3 ഇൻറ്റു അതുപോലെ തന്നെ ഈ എക്സ് മൈനസ് 3യും ബ്രാക്കറ്റിൽ എഴുതാം. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ഈ 5 ആയിട്ട് ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു എക്സ് ഈസ് 5x മൈനസ് 5 ഇൻറ്റു 5 ഈസ് 25 ഈക്വൽസ് ടു 3 ഇൻറ്റു എക്സ് ഈസ് 3x മൈനസ് 3 ഇൻറ്റു 3 ഈസ് 9. ഇനി നമുക്ക് വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. 5x, ഈ 3x LHSലോട്ട് വരുമ്പോൾ മൈനസ് 3x ആയി മാറും. ഈക്വൽസ് ടു ഇവിടെ മൈനസ് 9 ആണുള്ളത്, അത് നമ്മൾ അതുപോലെ തന്നെ എഴുതാം. ഈ മൈനസ് 25 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 25 എന്നായി മാറും. 5x മൈനസ് 3x ഈസ് 2x ഈക്വൽസ് ടു നെഗറ്റീവ് 9 പ്ലസ് 25. 25ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യണം. 25 മൈനസ് 9 ഈസ് 16. അപ്പോൾ വലുതിൻ്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് സൈൻ തന്നെ എഴുതാം. ഇനി എക്സ് ഈക്വൽസ് ടു 16 by 2 ഈക്വൽസ് ടു 8. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3t മൈനസ് 2 by 4 മൈനസ് 2t പ്ലസ് 3 by 3 ഈക്വൽസ് ടു 2 by 3 മൈനസ് t. ഇനി നമുക്ക് വേരിയബിൾസ് ഉള്ള ടേം എല്ലാം LHSലോട്ട് എഴുതാം. അപ്പോൾ 3t മൈനസ് 2 by 4 മൈനസ് 2t പ്ലസ് 3 by 3, ഈ മൈനസ് ടി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ടി ആയി മാറും. ഈക്വൽസ് ടു 2 by 3. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഒന്ന് എലിമിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ 4ൻ്റെയും 3യുടെയും LCM കൊണ്ട് എല്ലാ ടേംസിനെയും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 ഇൻറ്റു 3 ഈസ് 12, അതാണ് LCM. 12 ഇൻറ്റു 3t മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 4 മൈനസ് 12 ഇൻറ്റു 2t പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 12 ഇൻറ്റു t ഈക്വൽസ് ടു 12 ഇൻറ്റു 2 by 3. ഇവിടെ നമുക്ക് 12ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 12ൽ 4 3 ടൈംസ്, 4ൽ 4 1 ടൈം. 12ൽ 3 4 ടൈംസ്, 3ൽ 3 1 ടൈം. ഇവിടെ 12ൽ 3 4 ടൈംസ്, 3ൽ 3 1 ടൈം. 3 ഇൻറ്റു 3t മൈനസ് 2 മൈനസ് 4 ഇൻറ്റു 2t പ്ലസ് 3 പ്ലസ് 12t ഈക്വൽസ് ടു 4 ഇൻറ്റു 2 ഈസ് 8. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 3 ഇൻറ്റു 3t ഈസ് 9t മൈനസ് 3 ഇൻറ്റു 2 ഈസ് 6. മൈനസ് 4 ഇൻറ്റു 2t ഈസ് മൈനസ് 8t മൈനസ് 4 ഇൻറ്റു 3 ഈസ് മൈനസ് 12 പ്ലസ് 12t ഈക്വൽസ് ടു 8. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം.
9t minus 8t plus 12t equals to 8 minus 6 RHSലോട്ട് വരുമ്പോൾ പ്ലസ് 6 ആയി മാറും. മൈനസ് 12 RHSലോട്ട് വരുമ്പോൾ പ്ലസ് 12 ആയി മാറും. ഇനി 9t minus 8t is 1t. 1t plus 12t is 13t equals to 12 plus 8 is 20. 20 plus 6. 8 plus 6 is 14. 14 plus 12 is 26. 13t equals to 26. t equals to 26 by 13. 26 13 2 times. 13 13 1 time. 2 by 1 അതായത് 2. അപ്പോൾ t equals to 2 എന്നാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? m minus 1 by 2 equals to 1 minus m minus 2 by 3. വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. m minus 1 by 2 ഈ മൈനസ് m minus 2 by 3 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് m minus 2 by 3 ആയി മാറും. ഈക്വൽസ് ടു 1. ഈ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇതിൻ്റെ LCM കൊണ്ട് ഓരോ ടേംസിനും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2ൻ്റെയും 3യുടെയും LCM 6 ആണല്ലേ. അപ്പോൾ 6 ഇൻറ്റു m മൈനസ് 6 ഇൻറ്റു m മൈനസ് 1 ബൈ 2 പ്ലസ് 6 ഇൻറ്റു m മൈനസ് 2 ബൈ 3 ഈക്വൽസ് ടു 6 ഇൻറ്റു 1. 6ൽ 2 3 ടൈംസ്, 2ൽ 2 1 ടൈം, 6ൽ 3 2 ടൈംസ്, 3ൽ 3 1 ടൈം. 6 ഇൻറ്റു m ഈസ് 6m മൈനസ് 3 ഇൻറ്റു m മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു m മൈനസ് 2 ഈക്വൽസ് ടു 6. ഇപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം എലിമിനേറ്റഡ് ആയി അല്ലേ. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ്സ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യാം. 6m minus 3 into m 3m minus 3 into minus 1 is plus 3 plus 2 into m is 2m 2 into minus 2 is minus 4 equals to 6. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 6m minus 3m plus 2m equals to 6. ഈ 3 RHSലോട്ട് പോകുമ്പോൾ മൈനസ് 3 ആയി മാറും. ഈ മൈനസ് 4 RHSലോട്ട് പോകുമ്പോൾ പ്ലസ് 4 ആയി മാറും. ഇനി 6m മൈനസ് 3m ഈസ് 3m. 3m പ്ലസ് 2m ഈസ് 5m ഈക്വൽസ് ടു 6 മൈനസ് 3 ഈസ് 3. 3 പ്ലസ് 4 ഈസ് 7. ഇനി m ഈക്വൽസ് ടു 7 ബൈ 5. ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡിൽ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് LCM കണ്ടുപിടിച്ചിട്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ LCM കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ LCM കൊണ്ട് ഓരോ ടേംസിനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റർ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡിലും ചെയ്തു. രണ്ട് മെത്തേഡിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ കേട്ടോ. സിംപ്ലിഫൈ ആൻഡ് സോൾവ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് സോൾവ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 3 ഇൻറ്റു ടി മൈനസ് 3 ഈക്വൽസ് ടു 5 ഇൻറ്റു 2t പ്ലസ് 1. ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യാം. 3 ഇൻറ്റു ടി ഈസ് 3t മൈനസ് 3 ഇൻറ്റു 3 ഈസ് 9 ഈക്വൽസ് ടു 5 ഇൻറ്റു 2t ഈസ് 10t പ്ലസ് 5 ഇൻറ്റു 1 ഈസ് 5. ഇനി നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. 3t മൈനസ് 10t equals to 5 plus 9. 3t minus 10t is negative 7t equals to 5 plus 9 is 14. t equals to 14 by negative 7. നമുക്ക് 14ഉം 7ഉം കൂടെ കട്ട് ചെയ്യാം. 14ൽ 7 2 times, 7ൽ 7 1 time. അപ്പോൾ നമുക്ക് നെഗറ്റീവ് 2 ബൈ 1 എന്ന് കിട്ടി. അതായത് നെഗറ്റീവ് 2 തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ t ഈക്വൽസ് ടു നെഗറ്റീവ് 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15 ഇൻറ്റു y മൈനസ് 4 മൈനസ് 2 ഇൻറ്റു y മൈനസ് 9 പ്ലസ് 5 ഇൻറ്റു y പ്ലസ് 6 ഈക്വൽസ് ടു 0. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 15 ഇൻറ്റു y ഈസ് 15y മൈനസ് 15 ഇൻറ്റു 4 ഈസ് 60
minus 2 into y is minus 2y, minus 2 into minus 9 is plus 18, plus 5 into y is 5y, plus 5 into 6 is 30 equals to 0. ഇനി നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലും കോൺസ്റ്റൻസ് എല്ലാം RHSലും എഴുതാം. 15y minus 2y plus 5y ഈക്വൽസ് ടു ഈ -60 RHSലോട്ട് വരുമ്പോൾ 60 ആവും. പിന്നെ +18 RHSലോട്ട് വരുമ്പോൾ -18 ആവും. +30 RHSലോട്ട് വരുമ്പോൾ -30 ആവും. 15y minus 2y is 13y. 13y plus 5y is 18y equals to 60 minus 18. 60 minus 18. നമുക്ക് 0 - 8 പോസിബിൾ അല്ല. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇത് 5 ആയി, ഇത് 10 ആയി. 10 - 8 is 2. 5 - 1 is 4. അപ്പം നമുക്ക് 42 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 42-ൽ നിന്ന് 30 സബ്ട്രാക്ട് ചെയ്യാം. 2 - 0 is 2. 4 - 3 is 1. അപ്പോൾ നമുക്ക് 18y equals to 12 എന്ന് കിട്ടിയിട്ടുണ്ട്. y equals to 12/18. 12-ൽ 2 6 ടൈംസ്, 18-ൽ 2 9 ടൈംസ്. ഇപ്പോൾ 6/9 ആയിട്ടുണ്ട്. ഇത് 3 ആയിട്ട് കട്ട് ചെയ്യാം. 6-ൽ 3 2 ടൈംസ്, 9-ൽ 3 3 ടൈംസ്. നമ്മുടെ ആൻസർ 2/3 എന്നാണ്. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഈസിയാണ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 into 5z minus 7 minus 2 into 9z minus 11 equals to 4 into 8z minus 13 minus 17. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 3 into 5 is 15. 15z minus 3 into 7 is 21. Minus 2 into 9z is minus 18z. Minus 2 into minus 11 is plus 22 equals to 4 into 8z is 32z minus 4 into 13. 13 into 4 ഒന്ന് ചെയ്ത് നോക്കാം. 3 into 4 is 12. 2 here, 1 up. 1 into 4 is 4. 4 plus 1 is 5. 52 minus 17. ഇനി വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. 15z minus 18z minus 32z equals to minus 52 minus 17. ഈ -21 ഇങ്ങോട്ട് വരുമ്പോൾ +21 ആയി മാറും. പിന്നെ +22 ഇങ്ങോട്ട് വരുമ്പോൾ -22 ആയി മാറും. 15z minus 18z minus 32z. ആദ്യം നമുക്ക് 15 minus 18 minus 32 നോക്കാം. 15 minus 18 is minus 3 minus 32 equals to minus 35. അപ്പോൾ നമുക്ക് -35z എന്ന് എഴുതാം. ഈക്വൽസ് ടു നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ ഒന്നെടുത്ത് ആഡ് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ -52, -17, -22 എല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 2 plus 7 is 9. 9 plus 2 is 11. 1 here, 1 up. 1 plus 5 is 6. 6 plus 1 is 7. 7 plus 2 is 9. അപ്പോൾ നമുക്ക് -91 എന്ന് കിട്ടി. -91, ഇവിടെ ഒരു +21 ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ -91 plus 21. സബ്ട്രാക്ഷൻ ആണല്ലോ ഇവിടെ വരുന്നത്. 1 minus 1 is 0. 9 minus 2 is 7. വലിയ നമ്പറിൻ്റെ കൂടെ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ -70 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ഭാഗത്തും നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ക്യാൻസലായി പോവും. അപ്പോൾ 35z equals to 70 എന്നാവും. z equals to 70/35. 5 ആയിട്ട് കട്ട് ചെയ്യാലോ. 7-ൽ 5 1 ടൈം, 2 ബാലൻസ്. 20-ൽ 5 4 ടൈംസ്. 35-ൽ 5 7 ടൈംസ്. അപ്പോൾ നമുക്ക് 14/7 എന്ന് കിട്ടും. 14-ൽ 7 2 ടൈംസ്. 7-ൽ 7 1 ടൈം. 2/1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് 2 ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ z equals to 2 എന്നാണ്. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 0.25 into 4f minus 3 equals to 0.05 into 10f
മൈനസ് 9. ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യാം. 0.25 ഇൻറ്റു 4f മൈനസ് 0.25 ഇൻറ്റു 3 ഈക്വൽസ് ടു 0.05 ഇൻറ്റു 10f 0.05 ഇൻറ്റു 9. 0.25 ഇൻറ്റു 4f 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 100 ആണ്. നമുക്ക് 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. അപ്പോൾ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുന്നു നമ്മൾ 1 2 ഇവിടെ കൊടുക്കാം ഡെസിമൽ, എന്നിട്ട് വേരിയബിൾ എഫും എഴുതി. ഇനി മൈനസ് 0.25 ഇൻറ്റു 3 25 ഇൻറ്റു 3 ഈസ് 75. 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. ഈക്വൽസ് ടു 0.05 ഇൻറ്റു 10f 5 ഇൻറ്റു 10 ഈസ് 50. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് 0.50 എന്ന് എഴുതാം അല്ലേ. പിന്നെ വേരിയബിൾ എഫും കൊടുക്കാം. മൈനസ് 0.05 ഇൻറ്റു 9 5 ഇൻറ്റു 9 ഈസ് 45. 2 ഡെസിമൽ പ്ലേസും കൊടുക്കാം. 1.00 എഫ് എന്ന് വെച്ചാൽ 1f തന്നെ, മൈനസ് 0.75 ഈക്വൽസ് ടു 0.50 എഫ് എന്ന് വെച്ചാൽ 0.5f മൈനസ് 0.45. ഇനി നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലോട്ട് കൊണ്ടുവരാം. 1f മൈനസ് 0.5f ഈക്വൽസ് ടു മൈനസ് 0.45 പ്ലസ് ഈ മൈനസ് 0.75 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി അല്ലേ. അപ്പോൾ 0.75 1f മൈനസ് 0.5f 1ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യാം. 0 മൈനസ് 5 ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ ഇത് 10 ആവും. ഇവിടെ 0 ആയി. 10 മൈനസ് 5 ഈസ് 5. 0 മൈനസ് 0 ഈസ് 0. അപ്പോൾ നമുക്കിവിടെ 0.5f ഈക്വൽസ് ടു നെഗറ്റീവ് 0.45 പ്ലസ് 0.75. അപ്പോൾ 0.75ൽ നിന്ന് 0.45 സബ്ട്രാക്ട് ചെയ്യണം. 0.75 മൈനസ് 0.45. 5 minus 5 is 0. 7 minus 4 is 3. 0.30. ഇനി നമുക്ക് f ഈക്വൽസ് ടു 0.30 ബൈ 0.5. 0.30 ബൈ 0.5 എന്ന് പറഞ്ഞാൽ 0.3 ബൈ 0.5 തന്നെയാണ്. 0.3 ബൈ 0.5 എന്നത് നമുക്ക് ഇൻറ്റു 10 ചെയ്യാം. അപ്പോൾ 3/5 എന്ന് കിട്ടും. f ഈക്വൽസ് ടു 3/5. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ എക്സസൈസ് സൊല്യൂഷൻസും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇനി അടുത്തൊരു ചാപ്റ്ററായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.